അമ്മ ഇവിടെ ഒരു യതിപൂജ നടന്നിരുന്നല്ലോ, ആ ആ യതിപൂജയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. യതിപൂജ ശരിക്ക് പൂർണ്ണ സന്യാസികൾക്കുള്ളതാണ്. പൂർണ്ണ സന്യാസി എന്ന് ചോദിച്ചാൽ ആരെന്ന് ചോദിക്കും. 7 തലമുറയ്ക്ക് പിണ്ടമിട്ട്, ആത്മപിണ്ടമിട്ട്, 7 തലമുറയ്ക്ക് താഴോട്ട് പിണ്ടമിട്ട്, എല്ലാ ബന്ധങ്ങളും ഇല്ലെങ്കിൽ കാമ ക്രോധ ലോഭം എല്ലാം വെടിഞ്ഞ് ശുദ്ധമായിട്ടുള്ള സന്യാസിയായി ഇറങ്ങുന്ന, വീട് വിട്ട് ഇറങ്ങുന്ന ഒരു സന്യാസി ശ്രീകോവിലിരിക്കുന്ന പ്രതിഷ്ഠ പോലെ പവിത്രമായ ഒരു സന്യാസിനെയാണ് സന്യാസം. അത് ആ സന്യാസിമാർക്ക് കിട്ടുന്ന ഒരു ആ പൂജ, അതായത് പ്രതിഷ്ഠയ്ക്ക് എന്തെല്ലാം പൂജകൾ നമുക്ക് കിട്ടുന്നുവോ അതേ പൂജാവിധികളെല്ലാം ഒരു ക്ഷേത്രത്തിലെ തിരുമേനി ആദ്യമായിട്ട് നമുക്കൊരു സന്യാസി വരുമ്പോ അദ്ദേഹത്തെ പീഠത്തിൽ നിർത്തി കാലിൽ കഴുകി കുംഭം കൊടുത്ത് ശേഷം ആദരിച്ച് മാലയിട്ട് ആദരിച്ച് ഇരുത്തി നമ്മളെ കാല് കഴുകി ആ കാൽപാദത്തിൽ ചന്ദനവും കുങ്കുമവും ഭസ്മവും തൊടിയിച്ച് അതില് നമ്മൾക്ക് പൂജ, അല്ലെങ്കിൽ ശരിക്ക് തുളസി ഇല കൊണ്ടാണ്, അത്രയ്ക്ക് പവിത്രമാണെന്ന് ഓർക്കണം. നമ്മളെ പൂജിച്ച് ആരതി തന്ന് നമുക്ക് ദീപം തന്ന് ധൂമം തന്ന് എല്ലാ സംഭവങ്ങളും ആ കാൽപാദത്തിൽ ഒഴിഞ്ഞ്, പാദത്തിൽ നോക്കണം, നമ്മൾക്ക് പാദമാണ്, എല്ലാം ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് അക്ഷതം കൊണ്ട് എല്ലാം നമ്മൾ അനുഗ്രഹിക്കും. അവരെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് നമുക്ക് വസ്ത്രം, അന്നം, പാനീയം, ദക്ഷിണ എല്ലാം തന്ന് തട്ടല് നമ്മളെ, അതായത് ഒരു ഭഗവാന് നമ്മൾ എന്തെല്ലാം കൊടുക്കുന്നു അതുപോലെ നമ്മളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് യതിപൂജ. ഇത് മിക്ക ക്ഷേത്രങ്ങളിൽ നടക്കാറുണ്ട്. ഞാൻ ഏകദേശം അറിയാം എല്ലാവർക്കും, ഒരു 6 മാസമായിട്ടുണ്ടായിരിക്കത്തുള്ളൂ എൻ്റെ ദീക്ഷ. അതിനുശേഷം എത്രയോ ക്ഷേത്രങ്ങളിൽ, പ്രഗത്ഭമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ യതിപൂജ യഥാവിധി ഏറ്റുവാങ്ങി വന്ന ഒരാളാണ് ഞാൻ. അത് ഭഗവാന്റെ നിശ്ചയം എന്നല്ലാതെ ഞങ്ങൾ ആരും അതില് എന്താ പറയാ, ഭഗവാൻ നിശ്ചയിക്കും യഥാവിധി ആർക്കൊക്കെ ഈ ഒരു യതി പൂജ കൊടുക്കാം, അതിൽ പങ്കെടുക്കാവുന്ന. അത് ധാരാളം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതാണ് യതി പൂജ. അമ്മ, ഈ സന്യാസിമാരെ നമ്മള് തൊട്ട് വന്ദിക്കാറൊക്കെ ഉണ്ട്, ഓരോരുത്തരും വന്നിട്ട് പബ്ലിക് അത്തരത്തിൽ ബഹുമാന സൂചകമായിട്ടും അവർക്കൊരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. പലരുടെയും ഒരു ശാപമോക്ഷം, അതല്ലെങ്കിൽ അവരുടെ പ്രശ്ന പരിഹാരം, ഇതൊക്കെ ഒരു സന്യാസി ഏറ്റെടുത്തിട്ട് അത് എവിടെയാണിത് ലയിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ എന്താണത് ചെയ്യുന്നത്, അതിന്റെ ഒരു പ്രോസസ് എന്താണ്? സന്യാസിമാര് 24 മണിക്കൂറും അവർ മനസ്സിൽ കൂടെ ജപം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പൊ ഞാൻ എന്റെ കാൽപാദത്തിൽ ഒരാൾ സ്പർശിച്ച് ഒരു ദക്ഷിണ തരുമ്പോൾ ഞാൻ എന്റെ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് എന്റെ ഗുരു എനിക്ക് തന്നിരിക്കുന്ന മൂലമന്ത്രത്തെ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും. ആ മനുഷ്യന്റെ വ്യക്തി എന്റെ കാലിൽ സ്പർശിച്ച് എനിക്ക് തരുന്ന ദക്ഷിണയിൽ അയാളിലുള്ള കർമ്മം എന്നിലേക്ക് എത്തുകയും തത്സമയം ഞാൻ എന്റെ ഗുരുവിനെ ധ്യാനിക്കുകയും ആ ഗുരു എനിക്ക് ഉപദേശിച്ച മന്ത്രം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അതെന്റെ ഗുരുവിലോട്ട് പോകും. ഗുരു അത് ഹോമത്തിലും യാഗത്തിലും മന്ത്രത്തിലും ഇരുന്നത് കരച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഗുരുവിന്റെ, ആ ഗുരുവിനെ യഥാർത്ഥ ഗുരുവിനെ നമുക്ക് കിട്ടി നമ്മൾക്ക് ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങൾ അതൊക്കെയാണ്. അല്ലാത്തവർ വന്നിരുന്ന് പൈസ എടുത്ത് മറ്റുള്ളവരുടെ പ്രാരാബ്ദങ്ങൾ അവർ ഏറ്റുവാങ്ങിയാൽ യഥാർത്ഥത്തിൽ അവർക്കൊരു ഗുരു ഇല്ല എങ്കിൽ, അവർ ദീക്ഷ എടുക്കാതെയാണ് ഇങ്ങനെ ആ പാവങ്ങളുടെ പാപം ഏറ്റുവാങ്ങുന്നതെങ്കിൽ ഈ വാങ്ങിച്ച അവരുടെ 7 തലമുറയ്ക്ക് ദുരിതം ഉണ്ടാവും എന്നാണ് എന്റെ ഭഗവാൻ എന്നെ പഠിപ്പിച്ചത്. പലതരത്തിലുള്ള ഈ വേഷഭൂഷാദികളിലല്ല ശരിക്കൊരു സന്യാസിയുടെ അതല്ലെങ്കിൽ ആത്മാവ്, അതല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഏത് രീതിയിലാണ് ഒരു സന്യാസിയെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക, നിർവചിക്കാൻ പറ്റുക? ശരിക്ക് ഇന്ന് എല്ലാം ഒരു കച്ചവടമല്ലേ പോലെ. സന്യാസം എന്ന് പറയുന്നത്, നമ്മളൊരു സുപ്രഭാതത്തിൽ നമ്മൾ പിറക്കുമ്പം തന്നെ നമ്മളിൽ എഴുതപ്പെട്ട ഒരു ടൈം ഉണ്ടാവും. ആ ടൈമിൽ ഞാൻ ചന്ദ്രനിലാണെങ്കിൽ പോലും ഞാൻ തിരിച്ചിവിടെ എത്തുകയും ആ സമയത്ത് ആ ദീക്ഷ എന്നിൽ കിട്ടുകയും ചെയ്യും. അതാണ് നിയമം, അതാണ് ചക്രം. അല്ലാത്തവർ കുറെ പേരുണ്ടാകാം. ഉദരം മൂലമാണ് പലവിധ വേഷം, നമ്മൾ അതുവരെ വിമർശിക്കുകയല്ല. പക്ഷെ യഥാർത്ഥ സന്യാസിയും ദീക്ഷയെടുക്കാത്ത സന്യാസിമാരും
ഈ രണ്ടിനും ഇടയിലല്ലാതെ ഇവരിന്റെ ഉള്ളിലോട്ട് വന്നിട്ട് അവരെ ഒരുമാതിരി, അതായത് പബ്ലിക്കിന്റെ ഇടയിൽ സന്യാസിമാരെ പരിഹാസപാത്രമാക്കുന്ന വിധത്തിൽ ചില ആളുകൾ പെരുമാറുമ്പോ യഥാർത്ഥ സന്യാസിമാർ നോവ് അനുഭവിക്കുന്നു. ഇന്ന് എൻ്റെ അടുത്തിരുന്ന ഒരു പൂർണ്ണ സന്യാസിയുടെ ആത്മകഥ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എണീറ്റ് പോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അരുത്, നമ്മളും മറ്റുള്ളവരെ പോലെ ആകരുത്. അപ്പോ നമുക്കും മറ്റുള്ളവർക്കും തമ്മിൽ വ്യത്യാസമില്ലാതെ പോകും. നമുക്ക് ക്ഷമയോടെ ഇരിക്കാം. അതാണ് ഒരു സന്യാസി. ഒരു സന്യാസിക്ക് ക്ഷമ വേണം, കരുണ വേണം, ആർദ്രത വേണം, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഞാൻ അത് തീർന്നാൽ അപ്പം എന്താന്ന് വെച്ചാൽ ലൗകിക ജീവിതം അവരിപ്പോഴും അവരുടെ മനസ്സിൽ നിൽക്കുകയാണ്. എല്ലാ ലൗകിക ജീവിതത്തിൽ നിന്നും മുക്തി നേടുന്ന ഒരു ആൾക്ക് മാത്രമേ ഒരു സന്യാസി എന്നുള്ള പട്ടമുള്ളൂ. അവിടെയാണ് ആ സന്യാസിയുടെ വിജയം. അവിടെയാണ് ആ സന്യാസി യുഗാന്തരങ്ങൾക്ക് അപ്പുറത്ത് പോലും ആ സന്യാസിയുടെ പരമ്പരയും സന്യാസിയും ഇവിടെ അറിയപ്പെടുന്നത്. അതാണ് എന്റെ സത്യം. അതാണ് മാത്രമാണ് സത്യം. ഇപ്പോ ഈ മഹാകുംഭമേള എന്ന് തന്നെ മഹാകുംഭമേള എന്ന് പറയാം, കാരണം അത്ര കണ്ട് ജനബാഹുല്യം കൊണ്ട്. ഇതിന്റെ നന്ദി നമ്മൾ പ്രകാശിപ്പിക്കേണ്ട ഒരു പ്രത്യേക വിഭാഗത്തെ എടുത്തു പറയുകയാണെങ്കിൽ ആരെയായിരിക്കും? ഇവിടുത്തെ ജനങ്ങളോട്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് പേർ. കാരണം അവരെല്ലാം എൻ്റെ അടുത്ത് വരുമ്പോ അവരുടെ കണ്ണിലൊരു പ്രകാശം ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിന്റെ തുടിപ്പ്, എൻ്റെ പൾസ് അവരുടെ കയ്യിൽ ഞാൻ കണ്ടിരുന്നു. ഞാൻ ചിരിക്കും, എന്തേ ചോദിക്കും, അയ്യോ നമുക്കും ആരൊക്കെയോ ഉണ്ടല്ലോ എന്ന ഒരു മുറവിളിയായിരുന്നു ഞാൻ കേട്ടത്. ആ മനുഷ്യരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. പണം കൊണ്ടും ആ ജനബാഹുല്യം കൊണ്ടും എല്ലാം കൊണ്ടും അവരുടെ ഒത്തൊരുമ കൊണ്ടും അവരാണ് സമ്പന്നമാക്കിയത് ഈ കുംഭമേള. അവരുടെ ഓരോരുത്തരെ, കൂലിപ്പണിക്കാരനാകട്ടെ, പണക്കാരനാകട്ടെ, ഭിക്ഷക്കാരനാകട്ടെ, ഇല്ല ആരാകട്ടെ, അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അവരവിടെ നിക്ഷേപിച്ചു. കാരണം അവർക്കൊരു ശക്തി, അവർക്കൊരു തുണ വേണമായിരുന്നു. ആ തുണ ഈ സന്യാസി സമൂഹം തരും എന്നുള്ള വിശ്വാസത്തിലാണ് അവരാ കൊണ്ടുവന്ന് അന്നദാനത്തിന് എന്ന് പറഞ്ഞ് സമർപ്പിച്ചത്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് അവരോടാണ് നന്ദി പറയാൻ. ഇവിടെ വന്നിരിക്കുന്ന ഓരോ മനുഷ്യനും, ഓരോ ജനങ്ങളും, അവരാണ് ഈ കുംഭമേളയെ ഇത്രയ്ക്ക് മഹത്തരമാക്കിയത്. ഇത്രയും ജനലക്ഷങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നു എങ്കിൽ ഈ കുംഭമേള ആരും അറിയാതെ പോകും, ആരിലും എത്തത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ജനതയോടാണ് എനിക്ക് എൻ്റെ കൃതജ്ഞത അറിയിക്കാനുള്ളത്. അവരോട് വീണ്ടും 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 ഞാൻ പറയുന്നു, നിങ്ങളാണ് ഇവിടുത്തെ ഹീറോ. മറ്റൊന്നാണ് അമ്മ, കേരളത്തില് സന്യാസി സമൂഹം നേരിടുന്ന ഒരുപാട് ദൈന്യതകളുണ്ട്. കാരണം പല രീതിയിൽ പല വേർഷനിലാണ്. കാരണം പല നാടുകളിലുണ്ട്. ഇപ്പൊ വയനാടുള്ള ആ ഒരു കുട്ടി അനുഭവിച്ച കാര്യം ആ കുട്ടി പറയുന്നുണ്ട്. അത്തരത്തിൽ ഓരോ ദേശങ്ങളിലായാലും ഓരോ വിധത്തിലാണ്. അത് എങ്ങനെയാണ് അതിനൊരു പരിഹാരം നേടാനാവുക? അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ പൈതൃകം പഠിക്കുന്നില്ല. സനാതനധർമ്മം നഷ്ടപ്പെട്ടു പോയൊരു ദേശമാണ് കേരളം. ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ന് പറഞ്ഞാൽ പോലും എവിടെയോ വെച്ച് കൈമോശം വന്നു പോയതാണ് സ്വന്തം നാട് ദൈവത്തിന്. ദൈവത്തിന് പോലും അന്യം നിന്നു പോയി. ഇവിടെ ദൈവം പോലും കൺഫ്യൂഷനിലാണ്. ഇവിടെ പണം എന്ന ഒരൊറ്റ സംഭവത്തിന്റെ പുറത്ത് മാത്രമാണ് നീതിപീഠം പോലും ഇരിക്കുന്നത്. നീതിപീഠത്തിന്റെ മുൻപിലും ഒരു ത്രാസിൽ പണം വെച്ച് കഴിഞ്ഞാൽ ആ നീതിപീഠം പോലും സ്തംഭിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കേരളം മാറിയിരിക്കുക. അവിടെ നമുക്ക് സാധാരണ മനുഷ്യരെ കഥ പറഞ്ഞിട്ട് കാര്യമുണ്ട്. കണ്ടുകെട്ടിയ നീതിദേവതയാണ്. അപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പഠിച്ചു. ഇപ്പൊ ഒരു കൊച്ചുകുട്ടി, അവൻ പോയി ആത്മഹത്യ ചെയ്തു. 12 വയസ്സ്, 13 വയസ്സ്, ഇല്ലെങ്കിൽ 14 വയസ്സ്. അവന്റെ മനസ്സിന്റെ ആഴത്തിൽ കിടക്കുന്നത് ജീവിതം ഇല്ല. ആ ജീവിതം ഇല്ല എന്ന് അവന് തോന്നി തുടങ്ങിയെടുത്താണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ സനാതന ധർമ്മം പഠിപ്പിക്കുന്നത് 120 വർഷം വരെ ഒരു പുരുഷായുസുണ്ട്. അതിൽ 20 വയസ്സ്, 12 വയസ്സ് എന്ന് പറയുന്നത് അവന്റെ ഒരു ഞൊടിയാണ്. ബാക്കി അവൻ അനുഭവിക്കാനും ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും അവന് അത് പറ്റാതെ പോകുന്നു. ഇനി ഈ ആത്മഹത്യ ചെയ്തവൻ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ പിന്നെയും മരമായോ ജനിച്ച് എത്രയോ യുഗങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഒരു മനുഷ്യജന്മം ഇവിടെ എടുക്കാൻ. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ, പണം എന്ന് പറയുന്ന ഒരു കാന്തത്തിന്റെ പിന്നെയാളാണ് എല്ലാ സമൂഹവും. ഇപ്പൊ ഡോക്ടർമാര് കഞ്ചാവ് പഠിക്കുന്നു, ഡോക്ടർമാര് അവര് മര്യാദയ്ക്ക് ശുശ്രൂഷിക്കുന്നില്ല, മരുന്ന് മാറിപ്പോകുന്നു, എല്ലാ തലത്തിലും ഉണ്ട്. നമ്മൾ സന്യാസം മാത്രം പറയുന്നത്.
മനുഷ്യകുലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സ്വാർത്ഥ താല്പര്യം മാത്രമേ ഉള്ളൂ. നമ്മളില്ല, ഞാൻ. അവിടെയാണ്, ഞാൻ എന്ന് പറയുന്നിടത്താണ്. ഞാൻ മാത്രം ഒന്നും നേടിയിട്ടില്ല. ഞാൻ ഒരു ഉപാധിയാണ്. എന്നിലൂടെ പലരും ഒന്നിച്ച് നടക്കുമ്പോഴാണ് ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ മാത്രം നടന്ന് ഏറ്റവും ഉത്തംഗ ശൃംഗത്തിൽ എത്തിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ആരും ഉണ്ടാവില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ ഈ വെണ്ണിക്കൊടി പറപ്പിക്കാനായിരിക്കും അവർ അവിടം വരെ എത്തിയിട്ടുണ്ടാകുക. ആ കൊടി താഴെ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലായിരിക്കും. അതാണ് വ്യത്യാസം. അപ്പൊ എല്ലാവരും ഒന്നിച്ചു പോയാൽ, ആ കൊടി ചുമന്നവനും ഇയാൾക്കൊരു വെള്ളം എടുത്തിട്ട് വന്നവനും എല്ലാവരും ഒന്നിച്ചു പോയാൽ അവരവിടെ എത്തുകയും ചെയ്യും, കൊടി നാട്ടുകയും ചെയ്യും. പക്ഷെ ഇവിടെ അതില്ല. നമസ്തേ. താങ്ക് യു അമ്മേ. നമസ്കാരം. ഓം നമഃ ശിവായ.